2024 മാത്രം, അഥവാ കഴിഞ്ഞ ഒരു വർഷം മാത്രം 330 പേരാണ് കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടത്. നമുക്കറിയാലോ, ആര് എന്തിനാണ് എന്നെ കൊന്നതെന്ന് കൊല ചെയ്യപ്പെട്ടവനോ, ഞാൻ എന്തിനാണ് തന്റെ കൂട്ടുകാരനെ കൊന്നതെന്നോ കൊന്നവൻ അറിയാത്തൊരവസ്ഥയിൽ. ശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞ കാര്യം, എന്തിനാണ് തന്നെ കൊല ചെയ്യപ്പെട്ടതെന്ന് കൊല ചെയ്യപ്പെട്ടവൻ അറിയുന്നില്ല, കൊല ചെയ്തവൻ അറിയില്ല ഞാൻ എന്തിനാണ് അവനെ കൊല ചെയ്തത് എന്ന്. ഈ ഒരു തരത്തിൽ 330 പേരാണ് കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടത്. അതിലെ പ്രതികൾ നല്ലൊരു ഭാഗം നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അവരൊക്കെ ലഹരിയുടെ അടിമകളായിരുന്നു എന്ന വാർത്തയാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. മദ്യം, മയക്കുമരുന്ന്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യരാശിയെ നശിപ്പിക്കുന്നതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്റെ മതം എന്നെ ആജ്ഞാപിച്ചിട്ടുണ്ട്. ഇത് സർവനാശത്തിന്റെയും താക്കോലാണെന്ന് മുത്ത് റസൂൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു തലത്തിലുള്ള ലഹരി ഉപയോഗവും എന്നിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ എന്റെ റബ്ബിനോട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും പരോക്ഷമായോ എന്നിൽ നിന്ന് ഉണ്ടാവുന്നതല്ല. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുന്നതാണ്. ലഹരിയെ തടയാൻ നിയമപാലകർ നടത്തുന്ന എല്ലാ നീക്കങ്ങൾക്കും എന്റെ സഹകരണം ഞാൻ ഉറപ്പു നൽകുന്നു. എന്റെ മദ്രസയിൽ എന്റെ ഗുരുനാഥന്മാരുടെ നേതൃത്വത്തിൽ ഇന്ന് സംഘടിപ്പിച്ച ഈ സ്പെഷ്യൽ അസംബ്ലിയിൽ എന്റെ സഹപാഠികളോടൊപ്പം ഞാനും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്നു. ജയ് സമസ്ത, ജയ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ.